CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപമുള്ള ഇറക്കത്തിൽ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. റോഡിന്റെ ഇരുവശത്തും മതിയായ അപകട സൂചനാ ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ ബീവറേജ് കല്ലമല റോഡിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പറിയിച്ച് പ്രദേശവാസികൾ രംഗത്ത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആളുകൾ സഞ്ചരിക്കുന്ന റോഡിൽ മദ്യ ഷോപ്പ് അനുവദിക്കാനാകില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. മനശ്ശേരി കിള്ളിക്കാവ് പൂരത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഏപ്രിൽ 25-നാണ് പൂരം. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപത്തുള്ള ഇറക്കത്തിൽ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. റോഡിന്റെ ഇരുവശത്തും മതിയായ അപകട സൂചനാ ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ രാവിലെ 6:30-ഓടെ കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപത്തുള്ള ഇറക്കത്തിൽ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. കണ്ണൂരിൽ നിന്നും പാലക്കാട്ടേക്ക് ചിരട്ട കയറ്റി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ലോറി ഡ്രൈവറായ അനക്കപ്പാറ അഞ്ചുമൂർത്തി വേങ്ങലപ്പാടം വീട്ടിൽ ബാബുരാജ് പരിക്കുകളോടെ മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ ാണ്. റോഡിന്റെ ഇരുവശത്തും മതിയായ അപകട സൂചനാ ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ദൂരയാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് മതിയായ ഉറക്കം കിട്ടാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസം ഇതേ പാതയിൽ അടയ്ക്കാപുത്തൂരിൽ നടന്ന അപകടത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥി മരണപ്പെടുകയുണ്ടായി. അമിത വേഗതയും രാത്രി കാലഘട്ടത്തിലെ ഉറക്കവുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാവുന്നത്. CCN കടമ്പഴിപ്പുറം. കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ ബീവറേജ് കല്ലമല റോഡിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പറിയിച്ച് പ്രദേശവാസികൾ രംഗത്ത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആളുകൾ സഞ്ചരിക്കുന്ന റോഡിൽ മദ്യ ഷോപ്പ് അനുവദിക്കാനാകില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കാഞ്ഞിരത്തെ KSBCയുടെ വിദേശ മദ്യ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്ന കെട്ടിടം നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയിൽ ഉൾപ്പെടുന്നതിനാൽ ഒഴിഞ്ഞുകൊടുക്കണമെന്ന് കെട്ടിട ഉടമസ്ഥൻ അറിയിച്ചതിനെ തുടർന്നാണ് ബീവറേജ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് ശ്രമങ്ങൾ നടന്നുവരുന്നത്. കാഞ്ഞിരപ്പുഴ പള്ളിപ്പടിയിലേക്കാണ് ഇതിനുള്ള ആദ്യ ശ്രമം നടന്നതെങ്കിലും നാട്ടുകാരുടെ എതിർപ്പ് കണക്കിലെടുത്ത് ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് കാഞ്ഞിരത്തെ തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്കാണ് ബീവറേജ് മാറ്റുന്നതിന് തീരുമാനമുണ്ടായത്. ഇതാണ് ചില തൽപര കക്ഷികളുടെ താൽപര്യം കണക്കിലെടുത്ത് കാഞ്ഞിരം കല്ലമല റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നമ്മുടെ കല്ലമല ഗ്രാമത്തിലെ കൊച്ചു ഗ്രാമത്തിലേക്ക് ഏക വഴിയാണ് ഈ കാഞ്ഞിരം റോഡ്. ഈ എൻട്രൻസിൽ ബീവറേജ് വന്നാൽ, ഈ സ്ഥല സൗകര്യം ഇല്ലാത്ത റോഡിലൂടെ ബീവറേജിൽ വന്നാൽ നമുക്ക് പോകാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഗ്രാമം പണ്ടത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഭയങ്കര പ്രശ്നമുള്ളതാണ്. കച്ചറയും വഴക്കമുള്ളൊരു നാടായിരുന്നു. ഇപ്പം എല്ലാം ഒന്ന് കരയേറി വരുന്ന സമയത്താണ് ഈ ബീവറേജ് മറുപടി ഇവിടെ വന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സഹിക്കില്ല, ഇവിടെയുള്ള ആളുകൾക്ക് അതിന് പറ്റില്ല. എന്നാൽ ആൾതാമസമുള്ള 150ഓളം വീടുകളുള്ള പ്രദേശത്തേക്ക് മദ്യഷാപ്പ് വരുന്നത് എന്തു വില കൊടുത്തും എതിർക്കുമെന്ന് അറിയിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ രംഗത്ത് വന്നത്. ഇതെന്തായാലും ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ ബിൽഡിംഗ് ഓണർ ഒരു അധ്യാപകനും കൂടി ആയിട്ടാണ് ഇതിന് കൂട്ടുനിൽക്കണമെന്നുള്ളതിൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കുട്ടികൾക്ക് രാത്രിയിൽ പ്രൊഫഷണൽ കോളേജുകളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ഞങ്ങളുടെ വാർഡിൽ ഭയങ്കര ദാരിദ്ര്യമായിട്ടുള്ള വാർഡാണ്.
പല സ്ത്രീകളും കടകളിലാണ് ജോലി ചെയ്യുന്നത്. ഈ കടകളിൽ നിന്നും ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ 8 മണി 8:30 മണിക്കാണ് ഇതിൽ കൂടെ ഇറങ്ങി വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെയൊരു ബീവറേജ് വന്നിരുന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ കാത്തു നിൽക്കാതെ കുട്ടികൾ മൊബൈലും അടിച്ച് പെൺകുട്ടികൾ വരുന്ന സമയത്ത് ഇത് ഭയങ്കര ശല്യമായിട്ട് മാറും. ഞങ്ങൾ എന്തു തന്നെ ആയാലും ഞങ്ങൾ മറ്റേ 3-ാം വാർഡിലെ മെമ്പർക്ക് സുഖമില്ലാത്ത കാരണത്തിലാണ് അവരിവിടെ എത്താതിരുന്നിരിക്കുന്നത്. ഞങ്ങൾ 2 വനിതാ മെമ്പർമാരും ശക്തമായി ഇതിനെ എതിർത്ത് ഞങ്ങൾ മരിക്കാൻ തയ്യാറായാലും ഞങ്ങൾ തടയും. സ്റ്റോക്ക് ഇറക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ നിൽക്കും. ഞങ്ങളുടെ ജനങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്നു മാത്രം എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആളുകൾ സഞ്ചരിക്കുന്ന റോഡിൽ മദ്യഷോപ്പ് അനുവദിക്കാനാകില്ല എന്നും എക്സൈസിന്റെ സ്ഥല പരിശോധനയിൽ പോലും ഈ പ്രദേശം ബീവറേജ് അനുവദിക്കുന്നതിന് അനുയോജ്യമല്ല എന്ന റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് എന്നും പ്രദേശവാസികൾ പറഞ്ഞു. അപ്പോൾ ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ജനങ്ങളെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇത് തുറക്കും എന്നുള്ളൊരു വാശിയിൽ അവർ മുന്നോട്ട് പോകുകയാണെന്നുള്ളൊരു വിവരം ഞങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പെട്ടെന്ന് ഇത്രയും കുറച്ച് ആളുകൾ കൂടി ഇവിടെ പ്രതിഷേധിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്തൊക്കെ തന്നെയാലും എന്ത് സംഭവിച്ചാൽ തന്നെ ഞങ്ങൾ ഒരു കാരണവശാലും ബീവറേജ് ഇവിടെ തുറക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് കാര്യത്തിൽ പറയാനുള്ളത്. എന്ത് തന്നെയാലും ഇവിടെ ബീവറേജ് തുടങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് ഞങ്ങൾ ഏത് രീതിയിൽ പ്രതിഷേധിക്കാനും ഞങ്ങൾ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നത്. അതിലൊരു മാറ്റവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് കൂടുതൽ പണിയുണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അവരോട് പറയാനുള്ളത്. CCN മണ്ണാർക്കാട്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പെരിന്തൽമണ്ണ അഡീഷണൽ ICDS സെന്ററിന് കീഴിലുള്ള ആൽത്തർ അംഗൻവാടിയിൽ അംഗൻവാടി കം ക്രഷ് ഉദ്ഘാടനം നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. വീട്ടിൽ ഒരാൾ മാത്രം ജോലി ചെയ്താൽ മതിയാവാത്ത തികയാത്ത ഒരു കാലം. അതുകൊണ്ട് എല്ലാവരെയും ജോലിയിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യണം. ചെറിയ സംരംഭങ്ങളൊക്കെ സ്ത്രീകൾ തുടങ്ങുന്ന ഒരു കാലം വരണം, ഒരു സാഹചര്യം ഉണ്ടാക്കണം. വേണ്ടേ? നമ്മളൊക്കെ കയ്യിൽ, അമ്മമാരുടെ ഒക്കെ കയ്യിൽ സ്വന്തമായിട്ട് അവർക്കൊരു ചെറിയ വരുമാനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുള്ള കുറേ പദ്ധതികളെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈ പഞ്ചായത്തിൽ തന്നെ നമ്മൾ അതിനുള്ള വലിയ ഇനീഷ്യേറ്റീവ് പ്രിയപ്പെട്ട അഫ്സലിന്റെ നേതൃത്വത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് വെക്കുന്നു. അപ്പൊ നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ഇതെല്ലാം വളരെ ഗംഭീരമായി നടത്താൻ സാധിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ അധ്യക്ഷനായി. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പരിപാലിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ കുട്ടികളുള്ള വനിതകൾക്ക് തൊഴിലിടങ്ങളിലേക്ക് പോകുന്നതിന് കുട്ടികളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് കൂടിയാണ് അംഗൻവാടി കം ക്രഷുകളുടെ പ്രയോജനമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് KT അഫ്സൽ അഭിപ്രായപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, അമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുഞ്ഞുങ്ങളെ പരിപാലിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള സംഗതിയല്ല. അത് വളരെ നിഷ്പ്രയാസം ആ സംഗതികളെയൊക്കെ തരണം ചെയ്തു പോകുന്നതിനും അതല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തു പോകുന്നതിനും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കഴിയും. അതുകൊണ്ടാണ് അമ്മ എന്ന് വിളിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും നടന്നു പോകുന്നൊരു സംഗതി തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ 162 അംഗൻവാടികളിൽ ആദ്യത്തെ അംഗൻവാടി കം ക്രഷാണ് ആലിപ്പറമ്പ് ആൽത്തർ അംഗൻവാടി. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CH ഹമീദ്, CP ഹംസക്കുട്ടി, PT മുബാറക് അലി, സജിത TP, സരോജ ദേവി, രാജേഷ്, CPO വിനോദിനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ശ്രീകൃഷ്ണപുരത്തെ കലാസാംസ്കാരിക കൂട്ടായ്മയായ സർഗലയയുടെ 1ാം വാർഷികവും തെക്കേടത്തെ കൃഷ്ണ പൊതുവാൾ സ്മാരക പുരസ്കാരങ്ങളുടെ സമർപ്പണവും നടത്തി. രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും വിതരണം ചെയ്തു.
ഓമന ടി കരിമ്പുഴയുടെ ഒരു തുള്ളി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. കവിയും കൂടിയായവൾ തോക്കെടുത്ത് നടക്കുന്നു, പറമ്പിൽ കൂടിയാകെ വെടിവെച്ച് പഠിക്കുക. കാടിന് ചോറ് പോകുന്ന ശുദ്ധ നമ്പൂതിരി പോലും വെടിവെച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് അന്ന് ഇപ്പോഴല്ല. എന്നോട് കഴിഞ്ഞാൽ നാളെ പറഞ്ഞത് വീട്ടിലെ മൂത്ത മകൻ ഒരു ചുറ്റിയെടുത്ത് അതിവേഗത്തിൽ വരുന്നത് കൊണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും പിഞ്ചു കുട്ടികളൊക്കെ പേടിച്ചറിഞ്ഞ് മുറിക്കകത്ത് കയറി വാങ്ങടച്ച് കട്ടിനടുത്ത് കുടിച്ചു. കുറച്ച് കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. കട്ടിനടുത്ത് പുറത്തു വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ കുട്ടി ഒരു ഫോട്ടോ ചുവരിഞ്ഞുകൊണ്ട് തറയ്ക്കുക. മകൻ ചുറ്റിക്കലുമായി വരുന്നത് കണ്ടാൽ പ്രാണനും കൊണ്ട് ഓടേണ്ടി വരുന്ന കുടുംബാംഗങ്ങളുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പാണ് 4 പേരെ 5 പേര് അല്ലേ ചുറ്റി കൊണ്ടെടുത്ത് ചെറുപ്പക്കാരൻ കൊന്നുകണ്ട്. ഒരു പ്രയാസമില്ലാതെ അയാൾ അതിന് ഖേദിക്കുന്നുണ്ട്. അതാണ് 5 പേരെ കൊന്നതിന് ഒരു ഖേദവും കൂടാതെയാണ് അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. എന്നാൽ ഞാൻ താമരശ്ശേരി ഭാഗമാണ്. അവിടെയാണ് സ്കൂളിലെ കുട്ടികൾ ചേരിതിരിഞ്ഞ് തല്ലി ഒരു കുട്ടിയെ കുത്തിക്കൊന്നത്. കുഞ്ഞുങ്ങൾ പരസ്പരം കുത്തിക്കൊല്ലുന്നത്. മുൻ MLA-യും സാംസ്കാരിക പ്രവർത്തകനുമായ CP മുഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി. വിനീത നെടുങ്ങാടി, മീര റാമോഹൻ, പൊന്നു എഴക്കാട്, സാന്ദ്ര എസ് വാര്യർ എന്നിവർ പുസ്തകം സ്വീകരിച്ചു. രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സർഗലയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ അധ്യക്ഷനായി. P. ഹരിഗോവിന്ദൻ, K. ബാലകൃഷ്ണൻ, P. ഗിരീശൻ, സുരേഷ് തെങ്ങിൻതോട്ടം, PV ശശിധരൻ, C. സുരേഷ്, K. വിദ്യാധരൻ, V. ഉണ്ണികൃഷ്ണൻ, CK കുട്ടികൃഷ്ണൻ, ശ്രീരാഗ് തോട്ടര, സംഗീത് S. കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവിയരങ്ങ്, ഗാനമേള, മോണോ ആക്ട്, കൈകൊട്ടിക്കളി, ഭരതനാട്യം, നാടോടി നൃത്തം തുടങ്ങിയവയും അരങ്ങേറി. CCN കടമ്പഴിപ്പുറം. കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ അച്ഛനമ്മമാർക്ക് കൈത്താങ്ങാവുകയാണ് 10 വയസ്സുകാരൻ വിജയ്. അവധിക്കാലത്ത് തനിക്ക് കിട്ടിയ ചെറിയ തുകകൾ ചേർത്ത് മണ്ണമ്പറ്റ തോട്ടര പുഞ്ചപ്പാടം റോഡിനരികിൽ ഒരു കുഞ്ഞു കട നടത്തുകയാണ് വിജയ്. കുണ്ടുതൊടി വീട്ടിൽ ഗണേശന്റെയും രാധയുടെയും മകനാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥി വിജയ്. ഈ 10 വയസ്സുകാരൻ ഇന്ന് വീട്ടുകാർക്കു വേണ്ടി ഒരു കുഞ്ഞു കട നടത്തി കൈത്താങ്ങാവുകയാണ്. വിവിധ ബാങ്കുകളിലായി രക്ഷിതാക്കൾക്ക് നിലവിൽ 7 ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ട് കുടുംബത്തിന്. ഈ കടബാധ്യത തീർക്കാൻ അവധിക്കാലത്ത് തനിക്ക് കിട്ടിയ ചെറിയ ചെറിയ തുകകൾ ചേർത്ത് മണ്ണമ്പറ്റ തോട്ടര പുഞ്ചപ്പാടം റോഡിനരികിൽ ഒരു കുഞ്ഞു കട നടത്തുകയാണ് വിജയ്. ആദ്യം ഞാൻ 20 രൂപയ്ക്കൊക്കെ എല്ലാം മുട്ടായി 2 വെച്ച് വാങ്ങി. പിന്നെ ആ പൈസ കൊണ്ട് 50 രൂപയ്ക്ക് വാങ്ങി, പിന്നെ 90 രൂപയ്ക്ക് വാങ്ങി, പിന്നെ 200 രൂപയ്ക്ക്, പിന്നെ 500 രൂപയ്ക്ക് അങ്ങനെയൊക്കെ വാങ്ങി. പിന്നെ ഇപ്പോൾ ഉള്ളത് 1500 രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഞാൻ ഈ ഒരു കട തുടങ്ങാൻ കാരണം അച്ഛൻ്റെയും അമ്മയുടെയും പൈസ ഒക്കെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടണം വെച്ചിട്ടാണ് ഞാൻ ഈ കട തുടങ്ങിയത്. ഒരു ദിവസം ഒരു 300 ലാഭം കിട്ടാറുണ്ട്.
ആദ്യം 20 രൂപയ്ക്ക് പല മിഠായികളായി തുടങ്ങി ഇപ്പോൾ ഏകദേശം 1500ഓളം രൂപയുടെ സാധനങ്ങൾ ഈ കടയിലുണ്ട്. വിജയ്ക്ക് ആദ്യം പിന്തുണ നൽകിയത് സമീപവാസിയായ അലീന അജു ആയിരുന്നു. ഇപ്പോൾ അവരുടെ ഇരട്ടകളായ അയോണ അജുവും അഡോണ അജുവും സഹായത്തിനായി കടയിൽ വന്നിരിക്കും. തൊട്ട വീട്ടിലത്തെ ചേച്ചി അവന് സപ്പോർട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ലാഭം ഉണ്ട്, അവിടെ പുറത്തുനിന്ന് വാങ്ങിയാൽ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 200 രൂപ കൊടുത്തയച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പോൾ ശരി എന്നാൽ അവിടെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചപ്പോൾ നല്ല ചിലവുണ്ട്. ആൾക്കാർ ചിലപ്പോൾ 10-50 അവനധികം കൊടുത്തിട്ട് പോവും, ചിലവർ 10 കൊടുക്കും. അങ്ങനെ ആൾക്കാർ കൊടുക്കണമൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. വഴിയിലൂടെ പോകുന്ന വണ്ടികളെ നോക്കി അവർ മിഠായി, വെള്ളം എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയും. മുട്ടായി വേണം പറയാണോ? ആരെ പറയാറ് മുട്ടായി വേണമെന്ന്? ഞങ്ങൾ രണ്ടുപേരും മുട്ടായി വേണമെന്ന് പറയാണോ? വണ്ടി പോകുമ്പോലെ പിന്നെ വണ്ടി തടഞ്ഞു നിർത്തും. എന്നിട്ട് ഇവര് മുട്ടായൊക്കെ മേടിച്ച് പറയുമ്പോൾ ആൾക്കാര് ഇരട്ട കുട്ടികളായതുകൊണ്ട് ആൾക്കാരൊക്കെ മേടിക്കാറുണ്ട് സ്ഥിരമായിട്ട്. വേനൽ അവധിക്കാലം പാടത്തും പറമ്പിലും കളിക്കേണ്ട സമയത്ത് തന്റെ രക്ഷിതാക്കൾക്ക് കൈത്താങ്ങാവുന്ന വിജയ് ഏവർക്കും മാതൃകയാണ്. CCN കടമ്പഴിപ്പുറം. ചന്ദ്രമ മാധവൻ നായർ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളിൽ ബാക്കി 2 വീടുകളുടെ താക്കോൽദാനവും 2ാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന 6 ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്ര വിതരണവും നടന്നു. ഒറ്റപ്പാലം ഈസ്റ്റ് മനശ്ശേരി കൈലാസം ക്ലബ്ബ് ഹൌസിൽ നടന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. CMN ട്രസ്റ്റ് ചെയർമാൻ U പമ്പാവാസൻ നായർ അധ്യക്ഷനായി. പാടൂർ നടക്കാവ് M സിന്ധു, മായന്നൂർ സ്വദേശിനി M ഉഷാദേവി എന്നിവർക്കാണ് വീടുകളുടെ താക്കോൽ കൈമാറിയത്. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, ഷൊർണൂർ DYSP R മനോജ് കുമാർ, PT നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട് എന്നിവർ സംസാരിച്ചു. CCN ഒറ്റപ്പാലം. ഡിസംബർ 24 മുതൽ 28 വരെ മലപ്പുറം ജില്ലയിൽ വെച്ച് നടക്കാൻ പോകുന്ന അയുധം ചണ്ഡിക മഹായാഗത്തിന് മുന്നോടിയായുള്ള സഞ്ചന സംഗമവും മഹായാഗ സംഘാടക സമിതി രൂപീകരണവും ഞായറാഴ്ച മഞ്ചേരി വായപ്പാറപ്പടി ഫിൽട്ടൺ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവചരാചരങ്ങളുടെയും അഭിനതി നല്ലത് മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം. അതിന്റെ സംഘാടക സമിതി രൂപീകരണമാണ് അയുധം 2025 എന്ന പേരിൽ ഈ വരുന്ന ഞായറാഴ്ച ഏപ്രിൽ 20-ാം തീയതി മഞ്ചേരി ഹിൽട്ടൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9:30 മുതൽ നടക്കാൻ പോകുന്നത്. അതില് ഹൈന്ദവ സംഘടനാ ഭാരവാഹികളും സന്യാസി ശ്രേഷ്ഠന്മാരും മറ്റ് ഒട്ടനവധി മഹത് വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 9:30 മുതൽ നടക്കുന്ന മഹാസംഗമത്തിൽ KP ശശികല, PN ഈശ്വരൻ, M ശ്രീധരൻ നമ്പൂതിരി, ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ, ആഴുവഞ്ചേരി തമ്പ്രാക്കൾ തുടങ്ങിയവരും വിവിധ സന്യാസി മഠങ്ങളിലെ സ്വാമിമാരും സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കും. പ്രസിദ്ധനായ താന്ത്രികാചാര്യനും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രിയുമായ ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മഹായാഗ സമിതി രക്ഷാധികാരി മൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സെക്രട്ടറി M കൃഷ്ണപ്രകേഷ്, അംഗങ്ങളായ KP ശിവരാമൻ, KA മോഹനൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. മനുശ്ശേരി കിള്ളിക്കാവ് പൂരത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഏപ്രിൽ 25-നാണ് പൂരം.
20 ഉച്ചയ്ക്ക് 11 അന്നദാനം, വൈകിട്ട് 5 പാണ്ടിമേളം, വൈകിട്ട് 7 മെഗാ മ്യൂസിക്കൽ നൈറ്റ്, 9:30 പഞ്ചതായമ്പക, 21 ഉച്ചയ്ക്ക് 11 അന്നദാനം, വൈകിട്ട് 6 തിരുവാതിരക്കളി എന്നിവ നടക്കും. വൈകിട്ട് 7 ഗാനമേള, 10 മണിക്ക് ട്രിപ്പിൾ തായമ്പക എന്നിവയും ഉണ്ടാകും. 22 വൈകിട്ട് 7 നാടൻപാട്ട് അവതരിപ്പിക്കും. 23 വൈകിട്ട് 6 തിരുവാതിരക്കളി, 6:30 പഞ്ചാരിമേളം, 24 വൈകിട്ട് 6 തിരുവാതിരക്കളി എന്നിവയുണ്ടാകും. 25 പൂരം ദിവസം രാവിലെ 7 സോപാന സംഗീതം, 9 പഞ്ചവാദ്യം, ഉച്ചയ്ക്ക് 2:30 തിരുവല്ല രാധാകൃഷ്ണമാരാരുടെയും മണികണ്ഠന്റെയും നേതൃത്വത്തിൽ പാണ്ടിമേളം എന്നിവ നടക്കും. വൈകിട്ട് 5 വിവിധ വേലാഘോഷ കമ്മിറ്റികളുടെ വേലവരവ്, 8 കൂട്ടിയെഴുന്നള്ളിപ്പും തുടർന്ന് വെടിക്കെട്ടും നടക്കും. രാത്രി 9:30 പഞ്ചതായമ്പകയും ഉണ്ടാകും. CCN ഒറ്റപ്പാലം. മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പാടത്ത് പണി പൂർത്തീകരിച്ച കുടുംബശ്രീ വ്യവസായ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റ് 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഈ ഒരു സംരംഭം തുടങ്ങാൻ പോകുകയില്ല അവർക്ക് വേണ്ടി. ഒരു 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട്. ഏത് സംരംഭം തുടങ്ങിയാലും നമ്മൾ എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് ഉള്ളത്, നിങ്ങൾ ഉത്പാദിക്കുന്ന, നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തുകൊണ്ട് ആരെങ്കിലും എടുക്കണം. ബിക്കോസ് ഒത്തിരി സംരംഭങ്ങളുണ്ടല്ലോ. വൈ നിങ്ങളുടെ സംരംഭത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മൾ എപ്പോഴും ഇന്നോവേറ്റീവായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം. നിങ്ങൾ തയ്യൽ തന്നെ ചെയ്യണം. തയ്യൽ ഒരു പണ്ടത്തെ ജോലിയാണ്, പക്ഷേ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. ഇപ്പോൾ എംബ്രോയ്ഡറിക്ക് വേണ്ടി ഒരു പുതിയതായിട്ടുള്ള തയ്യൽ മെഷീൻ വരും, അത് തന്നെ എംബ്രോയ്ഡറി ചെയ്യും. കുറേ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്. സോ അഡോപ്ഷൻ ഓഫ് ടെക്നോളജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് എവർ ഏത് കാര്യം ചെയ്താലും അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് അതാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ രണ്ടാമത്തത് ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. ടൈലറിംഗ് യൂണിറ്റ്, തുണിക്കച്ചവടം, റവ, സേമിയ പായസം മിക്സ്, അവിൽ മിൽക്ക് മിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും തുടങ്ങി. കാഞ്ഞിരപ്പാടം ചാമുണ്ണി രാധാമണി ദമ്പതിമാർ നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടുനൽകിയ 7 സെന്റ് സ്ഥലത്താണ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഇവരെ ആദരിച്ചു. നഗരസഭ ഉപാധ്യക്ഷ K. പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷരായ K. ബാലകൃഷ്ണൻ, ഹംസ കുറുവണ്ണ, മാസിദ സത്താർ, സെക്രട്ടറി സതീഷ് കുമാർ, കൗൺസിലർമാരായ യൂസഫ് ഹാജി, അരുൺകുമാർ പാലക്കുർശി, മുജീബ് ചോലോത്ത്, കുടുംബശ്രീ സീഡേഴ്സ് ചെയർപേഴ്സൺ റജീന ഊർമിള, മറ്റ് കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപമുള്ള ഇറക്കത്തിൽ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. റോഡിന്റെ ഇരുവശത്തും മതിയായ അപകട സൂചനാ ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ ബീവറേജ് കല്ലമല റോഡിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പറിയിച്ച് പ്രദേശവാസികൾ രംഗത്ത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആളുകൾ സഞ്ചരിക്കുന്ന റോഡിൽ മദ്യ ഷോപ്പ് അനുവദിക്കാനാകില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. മനുശ്ശേരി കിള്ളിക്കാവ് പൂരത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഏപ്രിൽ 25-നാണ് പൂരം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.